നമസ്കാരവും പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഉദ്യോഗാർത്ഥികളെ, എല്ലാവർക്കും ടീച്ചേഴ്സ് ക്ലബ് PSC ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ KVS കേന്ദ്രീയ വിദ്യാലയ സംഘടനയിലേക്കുള്ള 2025 വേക്കൻസി, നിലവിലുള്ള വേക്കൻസിയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ ഉണ്ടാകുന്നത്, സിലബസിലോ എക്സാം പാറ്റേണിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ കാണുന്നവർ, ഈ വീഡിയോ എത്തുന്നവർ, തീർച്ചയായിട്ടും നിങ്ങൾ ഇത് എഴുതാൻ നിൽക്കുന്ന കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക്, സംഘടനയിലേക്ക്, ടീച്ചർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുവാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരിലേക്ക് അത് ഷെയർ ചെയ്യുകയും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് സംശയങ്ങളും കമന്റ് സെക്ഷനിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്യുന്ന ആ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, സോറി. ഓക്കെ, അതോടൊപ്പം തന്നെ ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ കേന്ദ്രീയ വിദ്യാലയ സംഘടനയിലേക്കുള്ള കോച്ചിങ്, അതായത് TGT, PGT, PRT, നോൺ ടീച്ചിങ് എന്നിവയിലേക്കുള്ള കോച്ചിങ് നമ്മൾ വരുന്ന വെനസ്ഡേ ബുധനാഴ്ച ആരംഭിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളെല്ലാം സൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ 77 36 75 0473 എന്ന് പറയുന്ന നമ്പറിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ സീറ്റെട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറിൽ വാട്സപ്പ് വഴി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ RRB റെയിൽവേക്ക് ആരെങ്കിലും അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് ഇനിയും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ ഫീസ് ഇപ്പോൾ 50% റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. 50% റിഡക്ഷനോട് 599 ആണ്. ഓക്കെ, 599 രൂപയാണ്. അതോടൊപ്പം തന്നെ NS നാച്ചുറൽ സയൻസിന്റെ ബാച്ച് അഡ്മിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അതിന്റെ ഫീസ് 50% റിഡക്ഷനോട് 999 ആണ്. അതോടൊപ്പം തന്നെ HSAയുടെ ജനറൽ ബാച്ച് 499 എന്ന് പറയുന്ന ഫീസിൽ അഡ്മിഷൻ നടക്കുന്നുണ്ട്. ബുധനാഴ്ച മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ LP/UP ലോങ് ടേം ഓൺലി 299 ആണ്. ഇത് നമ്മൾ ഫ്രീ ബാച്ച് ആണ്, ഓൺലി അഡ്മിഷൻ ഫീസ് മാത്രമാണ് 299 വാങ്ങിക്കുന്നത്. ഓക്കെ, ബാക്കി സീറ്റെറ്റിൻ്റെത്, KVSൻ്റെത്, NVSൻ്റെത്, AES, EMRS ഇതിൻ്റെയൊക്കെ ഫീസ് സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ് ഫുള്ള് ലൈവ് പ്ലസ് ഫുൾ റെക്കോർഡ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പ്ലസ് PYQ പ്ലസ് മോഡൽ എക്സാംസ്, ഇതായിരിക്കും ക്ലാസ്സിന്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ 2025 കേന്ദ്രീയ വിദ്യാലയ, ഇപ്പോഴും കേന്ദ്രം എന്നേ വരത്തുള്ളൂ, കേന്ദ്രീയ വിദ്യാലയ സംഘടനയിലേക്കുള്ള വേക്കൻസി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ മന്ത് മാറിപ്പോയായിരുന്നു. ഞാൻ ഏപ്രിലിന് പകരം ഫെബ്രുവരി എന്ന് പറഞ്ഞു. അത് തിരുത്തുന്നതിനും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കേന്ദ്രീയ വിദ്യാലയ സംഘടനയുമായിട്ട് ബന്ധപ്പെടുകയും അതിലെ NICയുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അതുവഴി നമുക്കൊരു ഡേറ്റ അവൈലബിൾ ആയിട്ടുണ്ട്. ഡേറ്റ മീൻസ് ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ, ഓക്കെ, ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ കേന്ദ്രീയ വിദ്യാലയ സംഘടനയിലൂടെ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ NIC നാഷണൽ ഇൻഫർമേഷൻ സെന്ററിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റ കളക്ട് ചെയ്ത് ഇന്നലെ വെനസ്ഡേ ഏപ്രിൽ 9, 2025, ഓക്കെ, ഇന്ന് 10 ആയില്ലേ, ഇന്നലെ ലഭിച്ച വിവരമാണ്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് എത്രത്തോളം വേക്കൻസി അതനുസരിച്ചുണ്ട്. ഓക്കെ, ഇനി ബാക്കി നമ്മുടെ പാർലമെന്റ് സെക്ഷനെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ വേക്കൻസി ഇടാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എത്രത്തോളം വേക്കൻസികൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ ഈ ആഴ്ച തന്നെ കേന്ദ്രീയ വിദ്യാലയ സംഘടന ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ഇതിന് പ്രകാരം ഒരു വേക്കൻസി ടേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ പലരും നോട്ട് ആപ്ലിക്കബിൾ ആണ് എഴുതിയിരിക്കുന്നത്, അതും കൂടി ചേർത്ത് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം.
എക്സാമ്പിൾ പ്രൈമറി ടീച്ചർ, ഇപ്പം ഇത് ആഗ്രയാണ്, ഓരോ സ്റ്റേറ്റിലെ ഓരോ സ്ഥലത്തുള്ള വേക്കൻസിയാണ് കൊടുത്തിരിക്കുന്നത്. പ്രൈമറി ടീച്ചർ ഇപ്പൊ നോട്ട് ആപ്ലിക്കബിൾ എന്ന് എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ഇവിടെ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്തിരിക്കുന്നു, 0 വേക്കന്റ് എന്നുള്ളത് കൊടുത്തിരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ആഗ്രയിൽ ഇവിടെ 0 എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഓരോ സ്റ്റേറ്റിൽ മീൻസ് സ്റ്റേറ്റ് ബേസ് ചെയ്ത് ഓരോ ഏരിയകളിലേക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള പോസ്റ്റുകളുടെ എണ്ണം എത്ര, ഓരോന്നിനും എത്ര പോസ്റ്റ് ഉണ്ട്, ഇനി എത്ര വിളിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നിലവിൽ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന NIC അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന കേന്ദ്രീയ വിദ്യാലയ സംഘത്തിന്റെ അപ്ഡേഷൻ. ഇത് ഏകദേശം ഒരു 1800ഓളം പേജസ് ഉണ്ട്. ഇപ്പൊ ഇത് നമ്മുടെ ടെലഗ്രാം ചാനലിലും നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലും KVSന്റെ വാട്സപ്പ് ഗ്രൂപ്പിലും ഞാൻ ഇട്ടുതരാം, നിങ്ങൾക്ക് സാധാരണത്തിൽ നോക്കാം. അതല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഒരു കാൽക്കുലേറ്റീവ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഡാറ്റ വെച്ച് നമുക്കിത് പറയാം. അത് വെച്ചിട്ട് നമുക്ക് ഈ കാര്യം ജസ്റ്റ് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. അത് നോക്കിക്കൊണ്ടുവന്ന ഒത്തിരി സമയം പിടിക്കും. ഓക്കെ, അപ്പം നിലവില് 9/4/2025 നമ്മുടെ നാഷണൽ ഇൻഫർമേഷൻ സെന്ററിൽ നിന്ന് എടുത്ത ഡാറ്റ പ്രകാരം PGT വേക്കൻസീസ് ഓരോന്നിന്റെ PGT ബയോളജി, PGT കെമിസ്ട്രി, PGT കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ജിയോഗ്രഫി, ഹിന്ദി, ഹിസ്റ്ററി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ടോട്ടൽ 1934 PGT വേക്കൻസി. അതിന് പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ TGTയുടെ വേക്കൻസി, TGT സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, സാൻസ്ക്രിറ്റ്, ഫിസിക്കൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, വർക്ക് എഡ്യൂക്കേഷൻ, ലൈബ്രറിയൻ, അങ്ങനെ ടോട്ടൽ 3619. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റു വേക്കൻസികൾ PRT മ്യൂസിക്, JSA, SSA, ASO, ഹെഡ് മാസ്റ്റർ, അങ്ങനെ ടോട്ടൽ 1712. ഗ്രാൻഡ് ടോട്ടൽ ആയിട്ട് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് PGT 1934 വേക്കൻസി, TGT 3619, PRT 1891, അതർ വേക്കൻസി 1712. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിലിപ്പം നമ്മൾ ഒറ്റ പോസ്റ്റ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് PRT ആണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ നിലവിൽ വേക്കന്റ് ആയിട്ടുള്ള പൊസിഷൻ 1891. ഓക്കെ, ബാക്കി PGT TGT ഓരോ സെക്ഷൻ ആണല്ലോ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ പോകുന്നതാണല്ലോ. ഓക്കെ, അപ്പൊ എല്ലാം കൂടി മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 9156 വേക്കൻസിയാണ് നിലവിൽ ഇപ്പോൾ NIC വഴി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, KVയുടെ വേക്കൻസി. ഓക്കെ, ഇതാണ് നിലവിലുള്ള വേക്കൻസി എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം. അവർ പറഞ്ഞ് നമുക്ക് ഒഫീഷ്യലായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞപ്പോൾ പറയുന്നത് ഈ സെക്കൻഡ് വീക്ക് ഏപ്രിൽ 2nd വീക്ക് 3rd വീക്ക് അത് കേന്ദ്രീയ വിദ്യാലയ സംഘത്തിന് ഒഫീഷ്യലായിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് അറിയിക്കും. ഇത് വെച്ച് തന്നെയായിരിക്കും അറിയിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഒരു ചെറിയൊരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. ആ ഡേറ്റ അപ്ഡേറ്റ് ആയിട്ടില്ല, ട്രാൻസ്ഫർ പോസ്റ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ആകാത്തതുകൊണ്ടാണ് അവർ ഇടാത്തതെന്നാണ് പറയുന്നത്, ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത്. എന്ത് വന്നു കഴിഞ്ഞാലും ഏപ്രിൽ ലാസ്റ്റ് വീക്കിന് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള അവസരം വന്നു തുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്, ഏപ്രിൽ ലാസ്റ്റ് വീക്ക്. അതുപോലെ തന്നെ പിന്നെ പരീക്ഷയിൽ ചേഞ്ചസ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ നമ്മുടെ പരീക്ഷാ മെത്തഡോളജിയിൽ 3 tier അങ്ങനെയൊക്കെ പറഞ്ഞ സിസ്റ്റംസ് ഉണ്ടല്ലോ, അത് മാറുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയും അപ്ഡേറ്റ് ആയിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് അതുണ്ടാകത്തില്ല, പഴയ മെത്തഡോളജിയിൽ തന്നെ എക്സാം ആയിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ലാസ്റ്റ് വീക്ക് ആകാറായി. അപ്പൊ ഏപ്രിലോടുകൂടി നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 2.5-3 മാസം മാക്സിമം നമുക്ക് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ മെയ്, ജൂൺ, ജൂലൈ ലാസ്റ്റോ ഓഗസ്റ്റിലോ ഒക്കെ എക്സാം ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി തെറ്റരുത്, ഫെബ്രുവരി അല്ല ഏപ്രിൽ ആണ് കേട്ടോ. പലരും ചോദിച്ചു, കമന്റ് സെക്ഷനിലൂടെ ചോദിച്ചു അടുത്ത വർഷം ഫെബ്രുവരി ആണോ എന്നൊക്കെ. അല്ല, തെറ്റിപ്പോയതാണ് എനിക്കുന്നതിൽ. ഓക്കെ, അപ്പൊ ഇതാണ് നിലവിൽ പറയാനുള്ള അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും പഠിക്കുവാൻ താല്പര്യമുള്ളവർ, ക്വാളിഫൈഡ് ആയിട്ടുള്ളവരൊക്കെ, സീറ്റെറ്റ് ഉള്ളവർ, PGTക്ക് സീറ്റെറ്റ് വേണ്ട, PRTക്കും TGTക്കും സീറ്റെറ്റ് വേണം. ഓക്കെ, അതിന്റെ ക്വാളിഫിക്കേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് ഓരോ ക്വാളിഫിക്കേഷന്റെയും ഓരോ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ KVS ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പോയി കാണാവുന്നതാണ്. ഒക്കെ ഞാനത് കാർഡായിട്ട് വെക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ
താല്പര്യമുള്ളവർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വാട്സപ്പ് മെസ്സേജ് അയക്കുക. താഴെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക ചെയ്യാം. പിന്നെ RRB ടീച്ചർ, അതുപോലെ തന്നെ NS നാച്ചുറൽ സയൻസ്, HSA ജനറൽ ബാച്ച്, LP UP, ഓക്കെ, ഇതിനൊക്കെ അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. RRBയുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. ബാക്കിക്ക് അഡ്മിഷൻ നടക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഞാൻ ഫീസിന്റെ കാര്യം സ്ട്രക്ചറൊക്കെ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങൾ പഠിക്കണോ വേണ്ടേ 2024 മുതൽ പറഞ്ഞു തുടങ്ങിയതല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഉടനെ തന്നെ എന്തായാലും വരും. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് എഴുതാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ നോൺ ടീച്ചിങ് വേക്കൻസിയിലേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെയുള്ളവരിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുക. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ സെക്ഷൻസ് എല്ലാം ഈ ചാനലിൽ KVS ടീച്ചർ എന്ന് പറയുന്നതിൽ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പം അഡ്മിഷന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം സൺഡേസിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ചാനലിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഏത് അഡ്മിഷന്റെയാണ്? KVSന്റെയും NVSന്റെയും EMRSന്റെയും ഒക്കെ അഡ്മിഷന്റെ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ താഴെ സ്ക്രോളിൽ പോകുന്ന നമ്പറിൽ ഏതെങ്കിലും വിളിച്ചന്വേഷിക്കുക, കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുകയോ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.